നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിയേഷൻസും ഇൻവെൻഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ലോകത്തിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ക്രിയേഷൻസ് ഒക്കെ ഏതൊക്കെയാണോ അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ഗോട്ടഡ് ആയിട്ടുള്ള മൂവീസ്, TV സീരീസ്, ആനിമെ എന്നൊക്കെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ ഇന്നത്തെ ഈ ഗോട്ടഡ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്. ബൈ ദ വേ, ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ ഒരു റാൻഡം ഓർഡറിലായിരിക്കും ഞാൻ പറഞ്ഞു പോകുന്നത്. സ്പേസ് മൂവീസ് ഒരുപാട് വന്നു പോയിട്ടുണ്ടെങ്കിലും മിക്കവരും കണ്ടു കാണുന്ന, അറ്റ്ലീസ്റ്റ് കേട്ട് കാണുന്ന, ക്രിസ്റ്റഫർ നോളൻ്റെ ഡയറക്ഷനിൽ വന്ന ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് ഇൻ്റർസ്റ്റെല്ലാർ. ഈ ഒരു സിനിമ ആദ്യം ഞാൻ ഫുള്ള് കണ്ടില്ലായിരുന്നു. കാരണം എന്തെങ്കിലും ഈ സിനിമ തിയേറ്ററിൽ റിലീസ് വരുമെന്ന് കരുതി അന്ന് പോയി കാണാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമ, പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. സിനിമയുടെ കഥയെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, അങ്ങ് ഫ്യൂച്ചറിൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഭൂമിയിൽ അവശേഷിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി ഇത് കാരണം നാസയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എക്സ് പൈലറ്റായ കൂപ്പർ അദ്ദേഹത്തിൻ്റെ ഒരു ടീമിൻ്റെ കൂടെ വേറെ ഒരു പ്ലാനറ്റ് തേടി പോകുന്നു. പിന്നെ കൂപ്പർ ഈ പോകുന്ന യാത്ര തൻ്റെ ഫാമിലിയെ പിരിഞ്ഞിട്ടാണ്. ശേഷം ഒരു പുതിയ ഹാബിറ്റേറ്റ് തേടി സ്പേസിലെത്തുന്ന കൂപ്പറിനും തൻ്റെ ടീമിനും പല പല കാര്യങ്ങളും നേരിടേണ്ടി വരുന്നു. പലരും ഈ സിനിമ കോംപ്ലക്സ് ആണെന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. അവർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്, സിനിമ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു നോക്കുക. ശേഷം പറ്റുവാണെങ്കിൽ ആ സിനിമ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് കാണുക. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ എല്ലാം മാറി കിട്ടും. ഇതിലെ വിഷ്വൽസിനെ പറ്റി പറയുകയാണെങ്കിൽ, ബെസ്റ്റ് വിഷ്വൽസിനുള്ള ഓസ്കാർ ഇതിന് ലഭിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഗംഭീരമാണ്, പ്രത്യേകിച്ച് ആ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതുകൂടാതെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള നല്ല സീൻസൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. പ്രത്യേകിച്ച് കൂപ്പറും അദ്ദേഹത്തിൻ്റെ മകളും തമ്മിലുള്ള ആ ഒരു ബോണ്ട്. ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണെന്ന് കരുതി ഈ മാസ്റ്റർ പീസ് ഐറ്റം നിങ്ങൾ കാണാതിരിക്കരുത്. എനിക്കറിയാം മിക്കവരും ഇത് കണ്ടു കാണും. എനിവേ, ഈ സിനിമ എന്ന് പറയുന്ന ഒരു ക്ലാസിക്കാണ്. സോ ഇത് തീർച്ചയായും ഭാവിയിൽ റിലീസ് ചെയ്യും. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഹോളിവുഡിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മുടെ ഇന്ത്യൻ സിനിമയിലോട്ട് വരാം. ഇന്ത്യയുടെ തന്നെ ഏറ്റവും ബ്രഹ്മാണ്ഡ സിനിമയായ ബാഹുബലി, ഇന്ത്യൻ സിനിമയെ തന്നെ മാറ്റിമറിച്ച SS രാജമൗലിയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം. 2 പാർട്ടിലായിട്ട് ഇറങ്ങിയ ഈ സിനിമയുടെ സ്റ്റോറിയെ പറ്റി അധികം പറയേണ്ടതില്ല, കാരണം ഇത് കാണാത്തവർ വിരളമായിരിക്കും. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ ബിഗ് ബഡ്ജറ്റ്, വലിയൊരു ഗ്രാൻഡ് സ്കെയിലിൽ പാൻ ഇന്ത്യൻ സിനിമകൾ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു പടം. സ്റ്റിൽ ഇപ്പോഴും ഒരു മിത്തോളജിക്കൽ ഇന്ത്യൻ പടത്തിനും ബാഹുബലി ഉണ്ടാക്കി വെച്ച ആ ഒരു ഓളവും ബാഹുബലിയുടെ ആ ഒരു റേഞ്ചും അതിൻ്റെ അടുത്ത് എത്താൻ സാധിച്ചിട്ടില്ല. 2018 ഏപ്രിൽ മാസം ആ സിനിമ ഇറങ്ങുകയാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ അതുവരെയുള്ള റെക്കോർഡുകളെ തൂക്കി എറിഞ്ഞുകൊണ്ട് വരുന്നു അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. ജസ്റ്റ് ഈ ഒരു ഇൻട്രോ തന്നെ നോക്ക്, പ്യുവർ ഗ്യൂസ് ബംസ് ആണ്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അന്ന് ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റി. മാർവൽ ഫാൻസിൻ്റെ എത്ര നാളത്തെ കാത്തിരിപ്പായിരുന്നു ഈ ഒരു സിനിമ. എനിക്ക് തോന്നുന്നു അയൺമാൻ 1 മുതൽ, അല്ലെങ്കിൽ അവഞ്ചേഴ്സിൻ്റെ ഫസ്റ്റ് സിനിമ മുതലേ ഇതിനു വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയത്, ഇങ്ങനെ ഒരു ബിഗ് മൂവി വരാൻ വേണ്ടി. ഇതുപോലെ തന്നെ മാർവലിൻ്റെ ബെസ്റ്റ് വർക്കായിരുന്നു അവഞ്ചേഴ്സ് എൻഡ് ഗെയിമും. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇൻഫിനിറ്റി വാറാണ്. സ്റ്റിൽ ഒരു മാർവൽ മൂവിയും അതിനുശേഷം ഈ 2 സിനിമയുടെയും അടുത്ത് പോലും വന്നിട്ടില്ല. സ്റ്റിൽ നൗ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച്. മൂവി കഴിഞ്ഞ് ഇനി കുറച്ച് സീരീസ് ആയാലോ. പലരെയും സീരീസ് കാണാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു TV ഷോ, ദ മോസ്റ്റ് എപ്പിക് ഗെയിം ഓഫ് ത്രോൺസ്. എന്ത് സീരീസ് ആണോ എന്തോ, ഒരു എപ്പിസോഡ് നമ്മൾ തുടങ്ങി വെച്ചാൽ പിന്നെ ആ ഒരു സീസൺ തീർക്കാതെ കഴിക്കാൻ പറ്റില്ല. 9 രാജകുടുംബങ്ങൾ, ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു ത്രോൺ. ഈ ഒരു ത്രോണിന് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാണ്. അടി, ചതി, സ്നേഹം, വഞ്ചന എന്നീ എല്ലാ എലമെന്റ്സും ഈ സീരീസിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പലരും ഇതിനെപ്പറ്റി പറയുന്ന ഒരു ഡ്രോബാക്ക് ആണ് ഇതിൻ്റെ ഫൈനൽ സീസൺ. എൻ്റെ അഭിപ്രായത്തിൽ വേറൊന്നുമല്ല, ആ ഫൈനൽ സീസൺ എന്ന് പറയുന്നത് കുറച്ച് റഷായി പോയി കാര്യം. ഹോ മാൻ, ഇത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് 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 ഇതൊന്ന് കാണ്. ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഗ്രേറ്റസ്റ്റ് സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് ബാഡിനെ പറ്റി എന്തായാലും പറയണമല്ലോ. ലോകത്തിലെ തന്നെ ഗ്രേറ്റസ്റ്റ് സീരീസ് എവർ ക്രിയേറ്റഡ്. കഥയെന്ന് പറയുന്നത്, 59 വയസ്സുള്ള വാൾട്ടർ വൈറ്റ് എന്നൊരു കെമിസ്ട്രി ടീച്ചർ ഒരു സാധാരണ ജീവിതവുമായി മുമ്പോട്ട് പോവുകയാണ്. ഒരു ദിവസം അറിയുന്നത് അദ്ദേഹത്തിന് ലങ് ക്യാൻസർ ആണെന്ന്. ശേഷം തൻ്റെ കുടുംബത്തെ ഭാവിയോർത്ത് വേവലാതിപ്പെടുന്ന വാൾട്ടർ വൈറ്റ്
ശേഷം തൻ്റെ പഴയ ഒരു സ്റ്റുഡൻ്റായ ജെസ്സി പിങ്ക്മാനെ പരിചയപ്പെടുകയാണ്. ശേഷം നടന്നത് ചരിത്രം. തൻ്റെ ഫാമിലിക്ക് വേണ്ടി ഏതറ്റവും പോകുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കെമിസ്റ്റായ വാൾട്ടർ വൈറ്റ് തൻ്റെ മുമ്പിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും എങ്ങനെയൊക്കെ നേരിടുന്നു എന്ന് കാണണം. കാസ്റ്റിംഗ്, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, പ്ലോട്ട് എല്ലാം പെർഫെക്റ്റ്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് വാരിക്കൂട്ടിയ അവാർഡുകൾക്ക് കയ്യും കണക്കുമില്ല. എല്ലാ സീസണുകളും ഒന്നിനൊന്ന് മികച്ചതായി വരുന്ന TV സീരീസ് വിരളമാണ്. അതിലൊന്നാണ് ബ്രേക്കിംഗ് ബാഡ്. എല്ലാ സീസണും പെർഫെക്റ്റ്. പലരും ഈ സീരീസിനെ ഡ്രാമ സീരീസ് ആണെന്നും പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് 2-3 എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്ക്, പിന്നെ ഇത് നിർത്താൻ പ്രയാസമാണ്. ലാസ്റ്റത്തെ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനി ഇതേപോലുള്ള വീഡിയോയുമായി 1-2 തവണ ആഴ്ചയിൽ വരും. പേഴ്സണലി എന്നെ ആനിമയുടെ ലോകത്തേക്ക് കൊണ്ടുപോയ സീരീസ്, എന്നെ ബിഞ്ച് വാച്ച് ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ആനിമേ സീരീസ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഇമ്മാതിരി പ്ലോട്ട് ട്വിസ്റ്റ്, ഇമ്മാതിരി ഡീപ്പ് ക്യാരക്ടർ ഡെവലപ്മെന്റ്, ഇമ്മാതിരി ഡീപ്പ് റൈറ്റിംഗ് ഉള്ളൊരു ആനിമേ വേറെ ഇല്ല. ഐ എം ഡാം ഷുവർ നിങ്ങൾ ആനിമേ ഫാൻസ് എന്തായാലും ഈ ഐറ്റം കണ്ടു കാണും. ബട്ട് നോൺ ആനിമേ ഫാൻസ് ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിട്ടോ. നേരത്തെ പറഞ്ഞ പോലെ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇത്. സോ മിസ്സാകില്ല ഈ ആനിമേ. ഓക്കെ, സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ, നിഗൂഢമായ ഒരു ഐലൻഡിൽ വലിയ മതിലുകൾക്കുള്ളിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാർ, അതിനപ്പുറമോ മനുഷ്യനെ തിന്ന് ജീവിക്കുന്ന വലിയ ടൈറ്റൻസ്. സോ ഈ വലിയ മതിലുകൾക്ക് ഉള്ളിൽ താമസിക്കുന്നവർക്ക് പുറം ലോകത്തെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെ ഈ ആനിമയുടെ പ്രോട്ടഗോണിസ്റ്റായ എറൻ യേഗർ എന്ന് പറയുന്ന പയ്യൻ അതിനപ്പുറമുള്ള ലോകം എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. ഈ എറൻ യേഗറിന്റെ തുണയായി അവന്റെ സുഹൃത്തുക്കളായ ആർമിനും മിക്കാസയും ഉണ്ട്. ഇവരെ കൂടാതെ തന്നെ പല ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഈ സീരീസിൽ വരുന്നുണ്ട്. മേക്കിംഗ്, മ്യൂസിക്, സ്റ്റോറി, ഡബ്ബിങ് എല്ലാം ബെസ്റ്റാണ് ഇതിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇതിൻ്റെ 2ാമത്തെ സീസൺ ഞാൻ +2 എൻ്റെ കെമിസ്ട്രി എക്സാമിൻ്റെ തലേ ദിവസം എടുത്ത് ബിഞ്ച് വാച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും അഡിക്റ്റീവാണിത്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ക്രിയേഷൻസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് സിനിമയാവാം, TV സീരീസ് ആവാം, ആനിമേ, എന്ത് വേണോ ആവാം. പിന്നെ ഇതുപോലെ തന്നെ പാർട്ട് 2 വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്.